കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നിമിഷം വരെയും നമ്മളെ അനുഗ്രഹത്തോടെ വഴി നടത്തിയ ഒരു ദൈവത്തെ നമുക്ക് പിന്നെയും സ്തുതിക്കുവാനും വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും അവസരം നൽകിയതിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ ആഗ്രഹമുണ്ടായിട്ടും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ കിടക്കയിൽ ആശുപത്രികളിലായിരിക്കുന്നുവെന്ന് നാം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. കൃപയാൽ നമുക്ക് ദൈവം ആയുസ്സിനെ ദീർഘമാക്കി നൽകി, നമുക്ക് ആരോഗ്യം നൽകി, സൗഖ്യം നൽകി, നമ്മെ ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മീഖാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. നാം നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും ഏത് ആവശ്യ സമയത്തും ഒരു മനുഷ്യനിലും പ്രതീക്ഷ വയ്ക്കരുത്. എന്നാൽ ദൈവത്തിലേക്ക് മാത്രം നോക്കും എന്ന് നാം ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തെ ദൈവം മാനിക്കും. പ്രവാചകൻ പറയുന്നത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, യഹോവയെങ്കിലേക്ക് മാത്രം നോക്കുമെന്ന് നാമും പറയണം. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഒരു ഉറപ്പുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ഏത് വിഷയവുമായിക്കോട്ടെ, അതിന് നമുക്കൊരു പരിഹാരമുണ്ട്. ദൈവമുഖത്തേക്ക് നോക്കിയവരാരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കലേക്ക് നോക്കിയവർ, അതായത് ദൈവത്തെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവവചനം ഇതാ എഴുതി വച്ചിരിക്കുന്നു. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിരാശയോടെ ഇരിക്കുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, രോഗസൗഖ്യം ലഭിക്കാതെ ഇരിക്കുന്നവർ, പ്രാർത്ഥിച്ചിട്ടും ഇതുവരെയും ഒരു വിടുതൽ ലഭിക്കാത്തവർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതാ ജീവനുള്ള ദൈവത്തെങ്കിലേക്കൊന്ന് നോക്കി നിങ്ങളൊന്ന് ധൈര്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിലവിളിച്ച് നോക്കൂ. ഇതാ വേഗത്തിൽ ദൈവത്തിൻ്റെ മറുപടി ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. സ്തോത്രം. നമ്മൾ നിലവിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കേൾക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ അല്ലല്ലോ നാം വിളിക്കുന്നത്. നാം ദൈവത്തെങ്കിലേക്ക് നോക്കി നിലവിളിച്ചാൽ നമുക്കൊരു മറുപടി ഉറപ്പാണ്. ഏത് സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നല്ലൊരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവം നമ്മളെ സഹായിക്കും, നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുക്കും. നമുക്ക് വേണ്ടി അവൻ അതിന് നല്ലൊരു പരിസമാപ്തി വരുത്തി നമ്മളെ സഹായിക്കും. ഈ ദൈവവചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നും നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കാം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ.
ഗോഡ് ബ്ലസ് യു. താങ്ക് യു.